ഞാനൊരു ബാലൻ, കടവൂർ ബാലൻ. കഥാപ്രസംഗ രംഗത്ത് പിച്ചവെച്ച് തുടങ്ങിയപ്പോഴും ബാലൻ, ഇപ്പോഴും ബാലൻ. പറച്ചിലിന്റെ മാസ്മരികതയും പാട്ടിന്റെ മാധുര്യവും കൊണ്ട് കഥാപ്രസംഗവേദിയിൽ വസന്തം തീർത്ത മാന്ത്രിക ശബ്ദം കടവൂർ ബാലൻ. കഥപറച്ചിലിലെ കാതികൻ എന്നതിലുപരി നമ്മുടെ നാടിന്റെ രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിന്ന പ്രമുഖ വ്യക്തിത്വം. തലമുറകൾ കഴിഞ്ഞിട്ടും നിലയ്ക്കാത്ത ആ നാദമാധുര്യത്തെയും കലയെയും ജനങ്ങളിലേക്ക് എത്തിച്ച ആ മഹാനായ കലാകാരന്റെ ഓർമ്മകളെ ഇവിടെ പുനരവതരിപ്പിക്കുകയാണ് അഞ്ചാലുമൂട് ലൈവ് ഈ വീഡിയോ. നമസ്കാരം. ഇത്തിരി നേരം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ തവണ നമ്മൾ ഇടപ്പള്ളി രാഘവൻ പിള്ള കവിയെ കുറിച്ചിട്ടായിരുന്നു ചർച്ച. ഇത്തവണ നമ്മൾ അഞ്ചാലുമൂടിലെ തന്നെ പ്രിയ കലാകാരനായിരുന്ന കടവൂർ ബാലൻ സാറാണ്. എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിന് രാഷ്ട്രീയവും സാമൂഹികവും ഒക്കെ ആയിട്ടുള്ള ഒരു വലിയ പ്രതിഭയായിരുന്നു, മനുഷ്യസ്നേഹിയായിരുന്നു. ഒരു കാലഘട്ടത്തിൽ കഥാപ്രസംഗം സിനിമയ്ക്കും നാടകത്തിനുമൊക്കെ മുകളിലായിട്ട് കഥാപ്രസംഗം എന്നൊരു കല സജീവമായിരുന്നു. ആ സമയത്ത് വി സാംബശിവൻ, കടാമംഗലം സദാനന്ദൻ, അങ്ങനെയുള്ള ഒരുപാട് പ്രതിഭകളുള്ള സമയത്ത് കടവൂർ ബാലൻ എന്ന് പറയുന്നത് നമ്മുടെ അഞ്ചാലുമൂട് സ്വദേശി കടവൂർ സാർ, അദ്ദേഹം ഒരു മാറ്റി നിർത്താൻ പറ്റാത്ത അത്രയും വലിയ ഒരു കലാകാരനാണ് കടവൂർ ബാലൻ സാർ. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊരു വിശദമായ ഒരു പഠനം തന്നെ നടത്താം. അതിന് മഞ്ചെണ്ണ ഉണ്ട്. മഞ്ചെണ്ണ, നമസ്കാരം. അപ്പോൾ കടവൂർ ബാലൻ സാർ ഒരു കാലഘട്ടത്തിൻ്റെ എന്താ പറയുക, ഒരു കാലഘട്ടത്തിന് വലിയൊരു പ്രതിഭയായിരുന്നു. നമുക്ക് അഞ്ചാലുമൂടിൻ്റെ അഭിമാനം എന്നൊക്കെ പറയാം. തീർച്ചയായും. അപ്പോൾ പേഴ്സണലായിട്ട് അദ്ദേഹത്തിനെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ എന്തൊക്കെ അറിയാമല്ലോ അതിനെക്കുറിച്ചുള്ള? കഥാപ്രസംഗം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു കലാരൂപം അത് ആ ഒരു പേരിൽ അവതരിപ്പിച്ച് തുടങ്ങുന്നത് 1920-കളിലാണ്. കൃത്യമായി പറഞ്ഞാൽ 1924-ലാണ്. ശ്രീ സത്യദേവൻ, അദ്ദേഹം ശ്രീനാരായണ ഗുരുവിൻ്റെ അനുഗ്രഹാശിസ്സുകളോടുകൂടിയാണ് കുമാരനാശാന്റെ ചണ്ടാലഭിഷുകി ഇപ്പോഴത്തെ ഈ പേരിൽ, അതായത് കഥാപ്രസംഗം എന്ന പേരിൽ. അതിനു മുമ്പ് അതിൻ്റെ പ്രാഗ്രൂപങ്ങളുണ്ടായിരുന്നു. അതിൽ വളരെയധികം മഹാരഥന്മാരായിട്ടുള്ള കാഥികരും സ്ത്രീരത്നങ്ങളും ഉണ്ടായിരുന്നു കഥപറച്ചിലുകാരായി. അപ്പോൾ സത്യദേവൻ അദ്ദേഹം തുടങ്ങി. അതിനുശേഷം പിന്നെ കൈമാപ്പറമ്പിൽ കെ വാദ്യാർ, MP മന്മഥൻ സാർ, അവരൊക്കെ വന്നു. പിന്നെ ഏകദേശം ഒരു 2 പതിറ്റാണ്ടിന് ശേഷമാണ് ഈ മേഖലയിൽ മുടിചൂടാമനൻ എന്നറിയപ്പെടുന്ന ശ്രീ സാംബശിവൻ സാർ വരുന്നത്. സാംബശിവൻ സാർ വന്നതിന് ശേഷം പിന്നെയും ഒരു 8 വർഷത്തിന് ശേഷമാണ് 1952-ലാണ് കടവൂർ ബാലൻ സാർ രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹവും തിരഞ്ഞെടുത്ത ആദ്യത്തെ കഥ ശ്രീ കുമാരനാശാന്റെ ദുരവസ്ഥയാണ്. അത് അവതരിപ്പിക്കപ്പെട്ടത് അഞ്ചാലുമൂടിന് സമീപമുള്ള ശ്രീ ശാസ്തോലി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ്. അത് മാത്രമല്ല, പിന്നീട് അദ്ദേഹം വളരെയധികം കഥകൾ അവതരിപ്പിച്ചു. ആ എല്ലാ കഥകളും അദ്ദേഹം ആരംഭം കുറിച്ചിട്ടുള്ളത് ആദ്യത്തെ വേദി ശാസ്തോലി ക്ഷേത്രമായിരുന്നു. അപ്പോൾ ദുരവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മുടെ സാമൂഹിക രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു മുദ്രാവാക്യം, ആ മുദ്രാവാക്യത്തോടു കൂടിയാണ് അത് അവസാനിക്കുന്നത്. മാറ്റുവിൻ ചട്ടകളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതികളെ ഞാൻ നിങ്ങളെത്താൻ. ആ കഥയെ നമ്മൾ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ MA ബേബി, ശ്രീ MA ബേബിയുടെ പിതാവ് പ്രാക്കുളം ശ്രീ അലക്സാണ്ടർ സാറാണ്. പിന്നീട് അദ്ദേഹം പ്രാക്കുളം നിവാസി തന്നെയായിട്ടുള്ള ഒരു പക്ഷേ അധികം അറിയപ്പെടാതെ പോയൊരു സാഹിത്യകാരനുണ്ട്, പ്രാക്കുളം P. ഭാസ്കരൻ. അദ്ദേഹത്തിൻ്റെ എണ്ണയും ഒഴിച്ചു തിരിയും അണഞ്ഞു, ആ കഥയാണ് പിന്നീട് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് കേരളത്തിൽ കഥാപ്രസംഗ രംഗത്ത് ലബ്ധപ്രതിഷ്ഠ നേടിക്കൊടുത്ത കരിങ്കലിൽ നിന്നൊരു ചിലമ്പൊലി, അത് തിരുനെല്ലൂർ കരുണാകരൻ സാറിൻ്റെ കഥയാണ്. അങ്ങനെയാണ് അതോടുകൂടി അദ്ദേഹം കേരളത്തിലെമ്പാടും സമകാലികരായിട്ടുള്ള കാഥികന്മാർക്ക് കുറിച്ച് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം കടവൂർ ബാലൻ സാറിന്റെ കണക്ക് തന്നെ ഒരു പ്രതിഭയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം അഞ്ചാലുമൂട്ടുകാരനാണ്. അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പോൾ അതിനുശേഷം അദ്ദേഹം വളരെ കഥകൾ, മഹാഭാരതം, ശാകുന്തളം തുടങ്ങി വളരെയധികം കഥകൾ അദ്ദേഹം പറഞ്ഞു. അപ്പം അദ്ദേഹം വന്ന് ഈ ആരംഭഘട്ടത്തിൽ കഥാവേദിയിലേക്ക് പറയാനായിട്ട് വരുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു. ഞാനൊരു ബാലൻ, കടവൂർ ബാലൻ, കഥാപ്രസംഗ രംഗത്ത് പിച്ചവെച്ച് തുടങ്ങിയപ്പോഴും ബാലൻ,
ഇപ്പോഴും ബാലൻ. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ നാന്ദിവാക്യം. പക്ഷെ അദ്ദേഹത്തിനെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, നമുക്കൊക്കെ അറിയാം, അദ്ദേഹം ഒരു ബാലൻ, ശാരീരികമായ ഒരു ബാലനായിരുന്നില്ല. പേരെങ്ങനെയാണ് 6 അടിയോളം വരുന്ന ആകാര സൗഷ്ഠവമാർന്ന ഒരു വ്യക്തി. ഒപ്പം തന്നെ ഗനഗംഭീരമായ ശബ്ദത്തിലുള്ള തീർച്ചയായും. അത് മാത്രമല്ല, അദ്ദേഹം അറിയാമല്ലോ, അദ്ദേഹം അധ്യാപകനായിരുന്നു. അദ്ദേഹം ഒരു സംസ്കൃത അധ്യാപകനായിരുന്നു. കാവുള്ള സ്കൂളിൽ, തൃക്കരിവയൽ കാവുള്ള സ്കൂളിലെ സംസ്കൃത പ്രഥമാധ്യാപകനായിട്ടാണ് അദ്ദേഹം വിരമിക്കുന്നത്. നമുക്കൊരിക്കലും ഞങ്ങൾ മരിച്ചാലും ആ ഒരു ഓർമ്മകൾ എന്നും ഞങ്ങൾ ഇങ്ങനെ അവശേഷിച്ചുകൊണ്ടിരിക്കുന്ന അത്രയ്ക്കും നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എൻ്റെ അച്ഛനെന്നാണ്. അത് പറയാൻ പോലും നമുക്ക് വാക്കുകൾ കിട്ടുന്നില്ല. നമ്മളെ ഒരു ഒരു വിഷമവും ഒരു ദുഃഖവും അറിയിക്കാതെ ഞങ്ങളെ സന്തോഷത്തോടെ ഞങ്ങൾ 5 പേരാണ്, 5 മക്കളെയും ഒരുപോലെ കൂട്ടിപ്പിടിച്ച് നല്ലത് മാത്രം പറഞ്ഞു തന്ന് വളർത്തി. അപ്പോൾ മലയാള ഭാഷയിലും സംസ്കൃത ഭാഷയിലും അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ ഒരു പ്രാവീണ്യം ഒരു കഥാപ്രസംഗകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഈ കഥാപ്രസംഗം ഈ ടോപ്പ് ചെയ്യുന്ന ഒരു സമയത്തെ ഇദ്ദേഹം ഒരുപാട് ഈ കേരളം മൊത്തം സഞ്ചരിച്ചിട്ടുള്ള മനുഷ്യനാണ്. തീർച്ചയായിട്ടും ഈ സാമ്പശിവനെ പോലെ തന്നെ അദ്ദേഹം ഈ പരസ്യങ്ങളിൽ വലുതായിട്ട് അക്കാലത്ത് ഈ പത്രമാധ്യമങ്ങളിൽ പരസ്യങ്ങൾ കൊടുക്കുന്ന എല്ലാ പ്രമുഖരും അല്ലാത്തവരും കൊടുക്കും. കാഥികർ അന്ന് വളരെയധികം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം കൊടുത്തിരുന്നെങ്കിൽ പോലും പക്ഷെ അദ്ദേഹത്തിന്റെ കഥകൾ കൂടുതലും വന്നിട്ടുള്ളത് പോർട്ട്ഫോളിയോയിൽ നിന്നാണ്. 1 വർഷം കഥ അവതരിപ്പിക്കുന്ന അമ്പലക്കാർ അദ്ദേഹത്തിന്റെ ഒരു ആചാരം പോലെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് സ്ഥിരമായിട്ട് വിളിക്കും. പിന്നെ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു കടുംപിടുത്തക്കാരനായിരുന്നില്ല. ഒരുപക്ഷെ അക്കാലത്ത് കലാകാരന്മാരെ സംബന്ധിച്ച് പ്രതിഫലം ചോദിച്ച് വാങ്ങേണ്ട ഒരു അവസ്ഥ, ജീവിതാവസ്ഥയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. എങ്കിൽ പോലും അദ്ദേഹം ആ കാര്യങ്ങൾ അത്ര കണ്ട് ഒരു കടുംപിടുത്തക്കാരനായിരുന്നു. പിന്നെ അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വേദിയിൽ അദ്ദേഹം വളരെയധികം മിതത്വം പാലിച്ചിരുന്ന ഒരു കാഥികനായിരുന്നു. അപ്പോൾ ഒരു കഥാപ്രസംഗന് പല കഥാപാത്രങ്ങളെ പകർന്നാടേണ്ടി വരും. വിശേഷിച്ചും സ്ത്രീ കഥാപാത്രങ്ങളെയൊക്കെ അവതരിപ്പിക്കുമ്പോൾ ഒരു മിതത്വം, അതൊരു അരോചകമായ പോകാത്ത രീതിയിൽ, അനുവാചകന് അതൊരു അലോസരം ഉണ്ടാകാത്ത രീതിയിൽ വളരെ ചെറിയ ചലനങ്ങളോടുകൂടി ആ കഥാപാത്ര സാന്നിധ്യം. ഇപ്പം കഥാപ്രസംഗത്തിൽ ഒരു ക്യാരക്ടർ വരുമ്പോഴും ഈ ക്യാരക്ടറിന് വി സാംബശിവൻ ചിലപ്പം ചെറിയ വേരിയേഷൻസ് ഒക്കെ ഇട്ട് സംസാരിക്കാറുണ്ട്. കഥ പറയുന്ന സമയത്ത് തന്നെ ഇന്ന മൊഡസ്റ്റോ എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം ഒരു വേരിയേഷൻ ഇടും. അപ്പൊ എന്നതുപോലെ ഈ കടൂർ ഞാൻ അദ്ദേഹത്തിന്റെ കഥാപ്രസംഗം കേൾക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ വേരിയേഷൻസ് ഒക്കെ ഇട്ട് തന്നെയാണോ അതത്ര വേരിയേഷനിലേക്ക് പോയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് കഥാപാത്രങ്ങളുടെ വ്യത്യാസം സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ, വ്യത്യസ്ത കഥാപാത്രങ്ങളാണെന്നുള്ള രീതിയിൽ മിതത്വമായ ചലനങ്ങളിലൂടെയും ചില സൂചനകളിലൂടെയും അത് അവതരിപ്പിക്കുമെന്ന് അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന് താമസിച്ചിരുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ശാസ്ത്രീയ അമ്പലത്തിന്റെ സമീപവാസിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കുടുംബവുമായ അമ്പലത്തിന് വളരെയധികം ബന്ധമുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ മൂത്ത മകളാണ്. അച്ഛനെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ മരണം വരെ ഞങ്ങൾക്ക് അച്ഛനാണ്. അപ്പം ഈ ഒരു ഏജിലും എനിക്ക് എന്തെങ്കിലും, ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് എൻ്റെ മക്കളോടും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു നല്ല വ്യക്തി, എനിക്ക് എന്തിനെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ, എന്നിൽ എന്തെങ്കിലും ഒരു മെറിറ്റ് ഉണ്ടെങ്കിൽ അതെൻ്റെ അച്ഛൻ തന്നിട്ടുള്ള സംഭാവനയാണ്. എന്നാൽ അച്ഛൻ കുഞ്ഞിലെ മുതലേ ഓരോ സ്റ്റെപ്പിലും പറഞ്ഞു തന്നിട്ടുണ്ട്, ഞങ്ങളുടെ ഓരോ ഏജിലും പറഞ്ഞു തന്നിട്ടുണ്ട് എന്ത് ചെയ്യണം, അല്ല ഇന്നത് അവോയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് അവോയ്ഡ് ചെയ്തിട്ടുള്ള കാര്യം ഞങ്ങൾക്കുള്ളു. ഓരോ സ്റ്റേജിലും ഓരോ സ്റ്റെപ്പിലും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെ പോകണം, ഏത് വഴി പോകണം. ഞാനിവിടുന്ന് ഞങ്ങൾ ഫാമിലിയായിട്ട് പുറത്ത് പോയപ്പോഴും ഖത്തറിൽ പോയപ്പോഴും അച്ഛൻ പറഞ്ഞ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, മക്കൾ എവിടെ പോയാലും ഏത് ജോലി ചെയ്താലും എത്ര നല്ല നിലയിലെത്തിയാലും നമ്മൾ വന്ന വഴി ഒരിക്കലും മറക്കല്ല്, അച്ഛൻ്റെ മക്കളായിട്ട് നിങ്ങൾ ജീവിക്കണം എന്നും എന്ന്. എനിക്ക് 2 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അമ്മ മരണപ്പെട്ടു പോയത്. അപ്പോൾ പിന്നെ അച്ഛൻ ഒരൊറ്റപ്പെട്ട രീതിയിലായി. അച്ഛനിങ്ങനെ പല സ്ഥലങ്ങളിലും കറങ്ങി നടക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ തഴവായിൽ ഇങ്ങനെ അനാഥരായിട്ട് കഴിഞ്ഞപ്പോൾ അമ്മാവൻ അവിടെ വന്ന് ഞങ്ങളെ 4 പേരെയും കൂട്ടി ഇഞ്ഞ് കൊണ്ടുപോരുകയായിരുന്നു. അതൊക്കെ ഇവർ പറഞ്ഞു കേട്ട അറിവുകളാണ്. ഞാൻ പിന്നീട് ഓലപ്പള്ളക്കുടത്തിൽ പഠിച്ച കാലം മുതലുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക ജീവിതം കൂടിയുണ്ട്.
അപ്പം അദ്ദേഹം അറിയാമല്ലോ ഒരു ജനപ്രതിനിധിയായിരുന്നു. RSPയുടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് അദ്ദേഹം വരുന്നത്. ശ്രീകണ്ഠൻ നായരുടെ അദ്ദേഹത്തിൻ്റെ പ്രഭാവലയത്തിൽ RSPയിലേക്ക് വരികയും പിന്നീട് RSPയുടെ വലിയ ഉയർന്ന നിലകളിലേക്ക് പോവുകയും ചെയ്ത വ്യക്തിയാണ്. ജനപ്രതിനിധിയായിരുന്നു. ജനപ്രതിനിധി ആയിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ അറിയാമല്ലോ, പണ്ടൊക്കെ നാടുകളിൽ പൊതുവെ ഈ വഴിത്തർക്കം വേലിത്തർക്കമൊക്കെ വരാറുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അദ്ദേഹം വന്നിട്ട് ഇരുകൂട്ടർക്കും സമ്മതമായിട്ടൊരു ഒത്തുതീർപ്പ് അത് അദ്ദേഹം പറയുമ്പോൾ അത് രണ്ടു കൂട്ടരും ഒരുപോലെ തലകുലിക്ക് സമ്മതിക്കുന്ന രീതിയിൽ സംശുദ്ധമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഉടമസ്ഥനായിരുന്നു. എല്ലാവർക്കും സമ്മതനായിരുന്നു, സുസമ്മതനായിരുന്നു. വേറെ ആരും ഈ കടൂർ ബാലന് ശേഷം, സാറിന് ശേഷം ഇതിന്റെ കഥാപ്രസംഗമോ അല്ലെങ്കിൽ കലാപരമായിട്ട് ഫ്രണ്ടിലുണ്ടോ? കലാപരമായിട്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും ഇളയ മകൻ രവികുമാർ, രവിയണ്ണൻ നല്ലൊരു ഗായകനാണ്, മനോഹരമായി പാടുന്ന നല്ലൊരു ഗായകനാണ്. അദ്ദേഹം പണ്ട് ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്ന ഒരു ഗാനമേള സംഘം ഉണ്ടായിരുന്നു, അതിലൊക്കെ പ്രധാനപ്പെട്ട പാട്ടുകാരനായിരുന്നു. കടവൂർ ബാലൻ സാറിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ ഞങ്ങളുടെയൊക്കെ നാടിൻ്റെ സ്വകാര്യ അഹങ്കാരം, നമ്മുടെ നാടിൻ്റെ സ്വകാര്യ അഹങ്കാരമാണ് കടവൂർ ബാലൻ സാർ. കഥാപ്രസംഗ കലയെ ജനകീയ കലയാക്കി മാറ്റി നമ്മുടെ നാട്ടിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനു വേണ്ടി സാംബശിവൻ്റെ കഥാപ്രസംഗമൊക്കെ എങ്ങനെയാണോ പ്രയോജനപ്പെട്ടതുപോലെ കടവൂർ ബാലൻ സാറിൻ്റെ കഥയും ഈ നാട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പുരോഗമന കലാപ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം സാമൂഹിക സാംസ്കാരിക രംഗത്ത് മാത്രമല്ല, രാഷ്ട്രീയ രംഗത്ത്, പൊതുപ്രവർത്തന രംഗത്ത് ഒരു മാതൃകയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് അംഗം, പഞ്ചായത്ത് മെമ്പർ, കയർ സംഘത്തിൻ്റെ പ്രസിഡന്റ്, RSPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ നിലകളിലൊക്കെ തൻ്റെ കഴിവ് പ്രകടിപ്പിച്ചിട്ടുള്ള തൊഴിലാളി നേതാവും രാഷ്ട്രീയ നേതാവും കൂടിയാണ്. ഒരുപക്ഷെ ഞാനൊക്കെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ രാഷ്ട്രീയത്തിലേക്ക് എന്നെ ആകർഷിച്ചതിൻ്റെ പ്രധാന ഘടകം കടവൂർ ബാലൻ സാറാണ്. അയൽക്കാരനാണ്, ബന്ധുവാണ്. കുട്ടിക്കാലത്ത് ഏറ്റവും ഞങ്ങൾക്ക് ഉള്ള ഏറ്റവും ഇഷ്ടം സാറിൻ്റെ കഥാപ്രസംഗത്തിൻ്റെ റിഹേഴ്സൽ കേൾക്കുമ്പോഴാണ്. അവിടെ ചെന്ന് അത് കേൾക്കുക, ഒരുപക്ഷെ അത് ഹൃദ്യസ്ഥമാക്കുക. അദ്ദേഹത്തിൻ്റെ കരിങ്കലിൽ നിന്നൊരു ചിലമ്പൊലി, അതിലുപരി ചിത്രശലഭങ്ങൾ. അതിൽ ചിത്രശലഭം എനിക്ക് കാണാപ്പാടമാണ്. പലപ്പോഴും സാറിൻ്റെ മകൻ രവിയണ്ണൻ റെക്കോർഡ് ചെയ്ത കാസറ്റ് വീട്ടിൽ കൊണ്ടുവന്ന് കേട്ട് അത് കാണാതെ പഠിച്ച് അതുപോലെ അവതരിപ്പിക്കുക എന്നുള്ളത് അന്നത്തെ ഒരു രസകരമായ ഒന്നാണ്. അങ്ങനെ ഈ നാടിൽ ഇവിടുത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി ഒരുപക്ഷെ എൻ്റെ ഈ പ്രദേശത്തെ വെട്ടുവിള ജയന്തി ആ കോളനി കൊണ്ടുവരുന്നതിലൊക്കെ അദ്ദേഹത്തിൻ്റെതായ പങ്കാണ്. 1051 ഭൂമിയില്ലാത്തവർക്ക്, വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കാൻ അദ്ദേഹം ഗ്രാമപഞ്ചായത്ത് അംഗമായിരിക്കുമ്പോൾ എടുത്ത പ്രവർത്തനം ഇപ്പോഴും ഞങ്ങളെയൊക്കെ ആവേശഭരിതമാക്കുന്ന ഒന്നാണ്. അദ്ദേഹം വളരെ സൗമ്യനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനുഷ്യസ്നേഹം എനിക്ക് വളരെയധികം വ്യക്തിപരമായിട്ട് തന്നെ നമുക്കറിയാവുന്ന സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. എൻ്റെ പിതാവ് അവർ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഒരു നാട്ടുകാർ എന്നതിലുപരിയായി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിനോടൊപ്പമായിരുന്നു. എൻ്റെ പിതാവ് അവസാന സമയത്ത് RSP രാഷ്ട്രീയത്തിലായിരുന്നു. അങ്ങനെയൊക്കെ അവർക്ക് തമ്മിൽ നല്ല ബന്ധമുണ്ടായിരുന്നു. അതിൽ സാറിൻ്റെ ഒരു സ്വാധീനം ഉണ്ടായിരുന്നു. സജീവമായിട്ട് പുള്ളി അപ്പം മരണത്തിനുമൊക്കെ അത് എൻ്റെ വീട്ടിൽ മാത്രമല്ല, ആ പ്രദേശത്ത് അത്തരം ഏത് കാര്യങ്ങൾ നടക്കുകയാണെങ്കിലും അതിലെല്ലാം ഒരു മുൻകൈ എടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇതിലെല്ലാം ഉപരിയായിട്ട് അദ്ദേഹം ഒരു കർഷകനായിരുന്നു. ഇപ്പോൾ കർഷകൻ എന്ന് പറയുമ്പം തലയിൽ ഒരു കെട്ടുമൊക്കെ കെട്ടി ഒരു കാലം കൂടെ കേട്ട് നിന്ന് പണിയെടുപ്പിക്കുന്ന കർഷകനായിരുന്നില്ല, സ്വന്തമായ ശാരീരികമായി അധ്വാനിക്കുന്ന ഒരു കർഷകനായിരുന്നു. സിനിമയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അദ്ദേഹം സിനിമ, അത് നമ്മുടെ നാട്ടിൽ തന്നെ അറിയപ്പെടുന്ന, ഒരു പക്ഷേ അത്ര കണ്ട് അറിയപ്പെടാതെ പോയ ഒരു പക്ഷേ കൃഷ്ണരായന് കുറച്ചുകൂടെ അറിയാവുന്ന ഒരു വ്യക്തി അറിയാവുന്ന TV ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ സിനിമാ സംരംഭമായിരുന്നു തായമ്പക. അതിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്, തായമ്പക സിനിമയിൽ. പിന്നെ അദ്ദേഹം നാടകങ്ങളിൽ ധാരാളം അഭിനയിച്ചിട്ടുണ്ട്. സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് ഒരിക്കൽ ശ്രീ തകഴി ശിവശങ്കരപിള്ളയ്ക്ക്, അതുപോലെ നമ്മുടെ കടവൂർ ചന്ദ്രൻ പിള്ള, അവർക്കൊക്കെ ഈ അവാർഡ് കിട്ടിയ സമയത്ത് അവാർഡ് കിട്ടിയ നികുംബില എന്ന് പറയുന്ന നാടകം, അത് നമ്മൾ അഞ്ചാലമൂട് ചന്ദ്ര തിയേറ്ററിൽ അവതരിപ്പിച്ചപ്പോൾ അതിൽ പ്രധാനപ്പെട്ട വേഷം ബാലൻപിള്ള സാറാണ് ചെയ്തിരുന്നത്. അങ്ങനെ സിനിമ, രാഷ്ട്രീയം, കഥാപ്രസംഗം, ഒരു സാമൂഹിക നിരീക്ഷകൻ, അങ്ങനെ മൊത്തത്തിൽ കടവൂർ ബാലൻ സാർ ഒരു ചരിത്ര സംഭവമായിരുന്നു അഞ്ചാലമൂട്. തീർച്ചയായിട്ടും അത് ശതാബ്ദാനി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരേ സമയം 100 കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന വ്യക്തി. അങ്ങനെ ഒരു വിശേഷണത്തിന് വേണമെങ്കിൽ അദ്ദേഹം അർഹനാണ്.
അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ അദ്ദേഹത്തിന് സമുചിതമായിട്ടുള്ളൊരു സ്മാരകം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഒരു കുറവ് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പക്ഷെ അതിൽ ആശാവഹമായിട്ടൊരു ഘടകമുള്ളത്, അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഓപ്പൺ എയർ ഓഡിറ്റോറിയം നിർമ്മിച്ചപ്പോൾ കൊല്ലം കോർപ്പറേഷൻ അദ്ദേഹത്തിൻ്റെ പേരാണ് കടവൂർ ബാലൻ എന്ന അദ്ദേഹത്തിൻ്റെ നാമധേയം എക്കാലത്തും നിലനിൽക്കാൻ വേണ്ടി കടവൂർ ബാലൻ ഓപ്പൺ എയർ ഓഡിറ്റോറിയം എന്ന് തന്നെയാണ് അതിൻ്റെ നാമകരണവും ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ അതിൻ്റെ അവിടെ വെച്ചൊരു സമ്മേളനം അടക്കം നടത്താൻ കോർപ്പറേഷനും ആലോചിക്കുന്നു. അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ കടവൂർ ബാലൻ സാറിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കറിയാവുന്ന നമ്മുടെ അറിവിൻ്റെ പരിമിതിക്കുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ അവതരിപ്പിച്ചത്. കടവൂർ ബാലൻ സാറിനെ പോലെ ഒരുപാട് പേര് അഞ്ചാലുമുട്ടിലുണ്ട്. അവരുടെ കഥകളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും എത്താം. സ്നേഹശീലനാം ഭവാൻ ഈശ്വരോടപേക്ഷിക്കുന്ന കടും കൈ ചെയ്തോർക്ക് മാപ്പു നൽകുവാൻ മാത്രം. ദേവാ, നിൻ മുറിവിൽ നിന്ന് ഇറ്റിറ്റു വീഴുന്നോരി ജീവരക്തത്തിൻ തത്തമാമോരോ